നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളികൾ വയനാടിനൊപ്പമാണ്. ഉരുൾപൊട്ടലിൽ ഇല്ലാതായ ചൂരൽമലയും മുണ്ടക്കയും പുനർനിർമ്മിക്കാൻ നാം ഏവരും ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭമാണ്. ദുരിതം അനുഭവിക്കുന്നവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഒരു നാടിന്റെ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാധ്യമായ സംഭാവനകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു നാടിനായി കൈകോർക്കാം. ഈ വെല്ലുവിളികളും നാം അതിജീവിക്കും. വലിയ വിഷമത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. വയനാടിന്റെ അതിജീവനത്തിന് വേണ്ടി സ്വയം സന്നദ്ധരായി ആളുകൾ മുന്നോട്ട് വരുന്നതും നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാം. നമ്മൾ ഒരുമിച്ച് ഇതും അതിജീവിക്കും. നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന്റെ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് കരകയറാൻ നമ്മൾ മലയാളികൾ ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രളയമടക്കമുള്ള പല സംഭവങ്ങളും നമ്മൾ അതിജീവിച്ചതുപോലെ ഇതും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ നമ്മൾ അതിജീവിക്കും. നമ്മുടെ സഹോദരങ്ങൾക്കായി നമ്മളെ കൊണ്ടാവുന്ന സംഭാവനകൾ നൽകുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംഭാവന ചെയ്യുക. ലോകത്തിലെ എല്ലാ കോണിലുള്ള മലയാളികളുടെയും മനസ്സിപ്പോൾ വയനാടിനൊപ്പമായിരിക്കും. ഉരുൾപൊട്ടലിൽ വേദന അനുഭവിച്ചവരെ സഹായിക്കുക എന്നത് നമ്മുടെ എല്ലാം കടമയാണ്. മുണ്ടക്കയെയും ചൂരൽമലയും വീണ്ടും നിർമ്മിച്ചെടുക്കണം. നമുക്കെല്ലാം കൈകോർക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുക. വയനാടിനൊപ്പം ചേർന്ന് നിൽക്കുക. A landslide has hit Wayanad very hard. It has completely ruined the village. The people of that community need your help, need your assistance. There's no better time to come out and help them. Donate to the Chief Minister's Relief Fund. Every bit of help will make a difference to their lives. നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകേറ്റി, കടലോളം വീശിയടിച്ച കാറ്റിനെ നമ്മൾ മലകേറ്റി. ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും. നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ. ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും. നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ. നമസ്കാരം. സമാനതകളില്ലാത്ത വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് മലയാളികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയമാണത്. അവരുടെ ഒരു പുതുജീവൻ, അവരുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരും അവനാൽ കഴിയുന്ന ഒരു ചെറിയ തുക CMന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് അവരെ വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഒരുപക്ഷെ നഷ്ടപ്പെട്ട ജീവൻ നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. എന്നാലും അവർക്ക് പഴയ പോലെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ വീടും അതുപോലെ തന്നെ മറ്റുള്ള നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു സമയമാണത്. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ഈ ഉദ്യമത്തിന്റെ ഭാഗമായിട്ട് CM DRFിൽ അവനവൻ കഴിയുന്ന രീതിയിൽ ഒരു പൈസ കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കട്ടെ. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണത്തിനായി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിവിന്റെ പരമാവധി സംഭാവന ചെയ്യുക. സങ്കടകരമായ വാർത്തകളാണ് ഓരോ ദിവസവും വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യരുടെയും നഷ്ടം നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. അവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് നമ്മളുണ്ട് കൂടെ എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. സർക്കാരിന്റെ അതിജീവന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കരുതേണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നിങ്ങൾ ചെയ്യും. Hi, I'm Sanya Mirza. The landslide that hit Wayanad, Kerala on July 30th has claimed an entire village, marking one of the state's worst tragedies. The pain of this loss is deep and the affected communities need our help. Now is the time to come together and... ഇപ്പം നടന്നിട്ടുള്ള പ്രകൃതി ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ ഓരോരുത്തരും. ഇപ്പം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാണ്ട്, ജാതിമത വ്യത്യാസങ്ങളില്ലാണ്ട് എല്ലാ മനുഷ്യരും ഒരേ മനസ്സോടെ ഒരേ വിചാരത്തോടെ വയനാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. ഇപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ സൈനികരാവട്ടെ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാവട്ടെ, ഫയർഫോഴ്സ്, പോലീസ്, അവിടെ കുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥയെ കുറച്ചെങ്കിലും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്
ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അംഗനവാടി ടീച്ചർമാർ, ഒരുപാട് ആളുകൾ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അധികം ആളുകൾ ഒരു ലാഭേച്ഛയില്ലാണ്ട് അവിടെ പോയി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സമയവും കഴിയും. 2018 പ്രളയ സമയത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാവുന്ന അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചതിൻ്റെ ഒരു പരിചയത്തിലും, പിന്നെ ഇതിനു മുമ്പ് വയനാട്ടിൽ തന്നെ ഈ പ്രകൃതി ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് കവളപ്പാറയിലാവട്ടെ, പുത്തുമലയിലാവട്ടെ, ഈ സമയത്തൊക്കെ ഗായകരുടെ ഒരു സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് അവിടെയൊക്കെ ചെന്ന് ഞങ്ങൾ കാണുകയുണ്ടായിരുന്നു. അന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു സമയവും അത് കഴിഞ്ഞ് ആളുകളൊക്കെ ക്യാമ്പുകളിലേക്ക് മാറുകയും ഇതെല്ലാം കഴിഞ്ഞൊരു സമയം വരും. എല്ലാ മനുഷ്യരും അവരവരുടെ ജീവിതത്തിലേക്കും അവരവരുടെ കാര്യങ്ങളിലേക്കൊക്കെ മാധ്യമങ്ങൾ അവിടുന്ന് തിരിച്ചു വരേണ്ട ഒരു സമയം എന്തായാലും വരും. ജീവിതം അങ്ങനെയാണ്, മനുഷ്യരങ്ങനെയാണ്. അത് നമ്മൾക്ക് ഒരാളുടെയും കുറ്റമല്ല. മറവി എന്ന് പറഞ്ഞൊരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പോയി കഴിഞ്ഞാൽ പോലും ആ വേദന അവിടെ നിൽക്കുമെങ്കിലും എല്ലാവരും അവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നൊരു ഘട്ടം വരും. ആ സമയത്താണ് ശരിക്കും ഇനിയുള്ള നമുക്ക് അളന്നു തിട്ടപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് വേദനകളിലേക്ക് അവിടുത്തെ ആളുകൾ പോകാൻ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഭയപ്പാടിൻ്റെ ഒരു 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 ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥ, ഒരു നിർവികാരതയുണ്ടായിരുന്നു. അവർക്ക് ഒന്നിനോടും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു ഇരിപ്പുണ്ടായിരുന്നു. അതെപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അപ്പം ഇത്രയും വലിയൊരു ദുരന്തം അവനവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ അവനവൻ അനുഭവിച്ച് നിന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഇനി ബാക്കിയാവും. മരിച്ചു പോയവർക്കൊക്കെ അവരോടുള്ള പ്രാർത്ഥനകളുണ്ട്. ഇനി ബാക്കിയുള്ള മനുഷ്യരുണ്ട്. അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു സമാധാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെയുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ വ്യക്തിഗതമായിട്ട് ചെയ്യുന്ന സഹായങ്ങൾ ഒക്കെ തന്നെ വളരെ വളരെ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. എല്ലാ ആളുകളും, നമ്മളുടെ സുഹൃത്തുക്കളാവട്ടെ, ഞങ്ങളുടെ ഇവിടെയുള്ള പരിചയത്തിലുള്ള ഒരുപാട് പേര് ഒരുമിച്ച് ചേർന്നിട്ടുമൊക്കെ അത്തരത്തിലുള്ള സഹായങ്ങളും ഒക്കെ ഏകോപിപ്പിക്കുകയും അവിടെ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ വളരെ വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. മലയാളി ഈ ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിച്ച് തരണം ചെയ്ത് ഒരു ശീലം പോലും ആയിട്ടുണ്ട് ഇപ്പം. അപ്പം അതിനെയൊക്കെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ, അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഉള്ള കോൺട്രിബ്യൂഷൻ വളരെ വളരെ വലുതാണ് എന്ന് ഉള്ളൊരു ഓർമ്മപ്പെടുത്തൽ അവനവനോടും സുഹൃത്തുക്കളായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിലൂടെ പണമിടപാട് നടത്തിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഓരോ ദിവസവും ആദ്യ ദിവസം നോക്കുമ്പം എത്ര പൈസ അതിൽ വന്നു എന്നറിയാൻ പറ്റും. അതിൻ്റെ അടുത്ത ദിവസം എത്ര കാശ് അതിൽ വന്നു എന്നറിയാൻ പറ്റും. പിന്നെ ഓരോ തവണയും നമ്മൾ എടുത്തു നോക്കുമ്പം മനുഷ്യരാണ് ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. മനുഷ്യരാണിതെല്ലാം. അവനവൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് അതിലേക്ക് കൊടുത്താണ് ആ തുക ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ട് അവിടെയുള്ള ഒരുപാട് ആളുകൾ, ബാക്കിയുള്ള മനുഷ്യരുടെയൊക്കെ ജീവിതത്തിനെ ഇത്തിരി സമാധാനമുള്ളതാക്കുന്നതിൽ നമുക്കൊരു പങ്ക് വഹിക്കാൻ സാധിക്കും എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സുഹൃത്തുക്കളായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ചെയ്യുമ്പോഴുള്ളൊരു കാര്യം പോലെയായിട്ട് മാത്രം പറയുകയാണ്. വ്യക്തിഗതമായിട്ടുള്ള സഹായങ്ങളോടൊപ്പം തന്നെ സാധിക്കുന്ന രീതിയിലൊക്കെ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും, അതിന് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നോക്കേണ്ട ഒരു സമയമല്ല ഇത്. നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് തന്നെയാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പം അതിനുള്ളൊരു അപേക്ഷയാണ്. കേരളം കണ്ട വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. താങ്ങാനാവാത്ത വേദനയിലൂടെയാണ് ഓരോ മലയാളിയും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് പല ക്യാമ്പുകളിലാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. ഒരുമിച്ച് നമുക്ക് ഇതും അതിജീവിക്കാം. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ വാർത്തകൾ വരുമ്പോഴെല്ലാം നമ്മുടെ മനസ്സാണ് തുടങ്ങുന്നത്, നമ്മുടെ കണ്ണുകളാണ് നിറയുന്നത്. എന്നാൽ ഈ ദുരിതത്തിൽ കണ്ണീരിൽ ആണ്ടുപോയ ഓരോ സഹോദരന്മാരെയും സഹോദരിമാരെയും എങ്ങനെ രക്ഷിക്കാം, എങ്ങനെ സഹായിക്കാം എന്നും
ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ചിന്തയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സംഭാവനകൾ നൽകി നമുക്കും അവരെ തിരിച്ചു ജീവിതത്തിലേക്ക് കൈപിടിക്കുക. വയനാടിനൊപ്പം നിൽക്കാം. ഇത് നമ്മുടെ അതിജീവനം. പ്രളയമടക്കം നിരവധി പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിച്ചവരാണ് നമ്മൾ. കേരളത്തിനകത്തും പുറത്തും ലക്ഷോപലക്ഷം മലയാളികളാണ് വസിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ചെറുവിരൽ ഒന്ന് യോജിപ്പിച്ചാൽ ഈ ലോകം കീഴടക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്ന് തെളിയിച്ചവരുമാണ് നമ്മൾ. നമ്മുടെ കൈകൾ കോർക്കാം. നമ്മുടെ സഹോദരങ്ങൾക്കായി, വയനാടിനായി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്ത് നമുക്കും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ഹൃദയം തകർക്കുന്ന ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. കുഞ്ഞുങ്ങളടക്കം ഒട്ടേറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ട വിവരം നമുക്ക് ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഈ നാടിനെ നിർമ്മിച്ചെടുക്കണം. ജീവിതം നഷ്ടമായവർക്കത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. ഇതിനുവേണ്ടി സർക്കാരും പൊതുസമൂഹവും നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും നമ്മൾ പിന്തുണ നൽകുകയും അകമഴിഞ്ഞ് സഹായിക്കുകയും വേണം. എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. July 30th has been a major tragedy for the people of Wayanad, people of Kerala, and for all of us. Many lives have been lost, many are still missing, an entire village has been wiped out. The Chief Minister has set up a special fund, and I urge you to look at the details and donate. Donate from your heart. Donate for people who have lost everything, who have lost their families and everything they had. ഹായ്, നമസ്കാരം. വളരെ സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വയനാട്ടിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത മഹാദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ, ഒരു ജീവിതകാലം കൊണ്ട് ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മൊത്തം നഷ്ടപ്പെട്ടവർ, അങ്ങനെ എത്രയെത്ര പേർ. ഇത് നമുക്ക് ദൂരെ ഇരുന്ന് ടിവിയിലും പത്രത്തിലും കാണുന്നത് പോലും അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അത്രയും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇനി ഇതിലും വിഷമം പിടിച്ച കാര്യമായിരിക്കും ഇവരെയൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് നമ്മളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളെ കഴിയുന്നത്ര, അതിനൊരു എമൗണ്ട് ഇത്ര വേണം എന്നുള്ളതില്ല, നമ്മളെ കഴിയുന്ന ഒരു തുക സംഭാവന ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. നമ്മൾ ഇതും അതിജീവിക്കും. നമസ്കാരം, ഞാൻ ശ്രീശങ്കർ മുരളി. നമ്മുടെ വയനാട് വലിയൊരു ദുരിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ നമ്മളാൽ ആവുന്ന വിധം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരുമിച്ച് നിന്ന് നമുക്ക് ഇതും അതിജീവിക്കാം. നമ്മളെല്ലാവരും വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ഈ ദുരന്തം, എല്ലാവരെയും തളർത്തിയ ഈ മഹാദുരന്തം അതിജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും. നമുക്ക് ചെറിയ സഹായമാണെങ്കിലും വലിയ ഒരു സഹായമാണെങ്കിലും പറ്റാവുന്ന രീതിയിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതും അതിജീവിക്കും.